നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോടന്നൂർ ശാസ്താംകടവ് മഠത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി കൈനിക്കര വടക്കേടത്ത് ജയൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാഞ്ഞാണിയിൽ ആംബുലൻസിന്റെ വഴി തടഞ്ഞ 3 സ്വകാര്യ ബസ്സുകൾ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനഃപൂർവ്വം ആംബുലൻസിന് വിലങ്ങ് തടിയായി മാർഗതടസ്സം ഉണ്ടാക്കിയെന്ന ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയെ തുടർന്നാണ് നടപടി. തനിക്കും ടി.എൻ. പ്രതാപനും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ സ്വകാര്യ വാർത്താ ചാനൽ വ്യാജ വാർത്ത ചമച്ചുവെന്നാരോപിച്ച് മുൻ എം.എൽ.എ. അനിൽ അക്കര. വിശദമായ വാർത്തകളിലേക്ക്. കോടന്നൂർ ശാസ്താംകടവ് മഠത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി കൈനിക്കര വടക്കേടത്ത് ജയൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാഞ്ഞാണിയിൽ ആംബുലൻസിന്റെ വഴി തടഞ്ഞ 3 സ്വകാര്യ ബസ്സുകൾ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനഃപൂർവ്വം ആംബുലൻസിന് വിലങ്ങ് തടിയായി മാർഗതടസ്സം ഉണ്ടാക്കിയെന്ന ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയെ തുടർന്നാണ് നടപടി. സംഭവത്തിൽ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കുമെതിരെ നടപടി ശുപാർശ ചെയ്തതായി തൃപ്രയാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ പറഞ്ഞു. കാഞ്ഞാണി സെന്ററിൽ കണ്ടക്ടർമാർ ബസ്സിൽ നിന്നിറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഡ്രൈവർക്കൊപ്പം കണ്ടക്ടറും തുല്യ ഉത്തരവാദിയാണെന്ന് MVI അറിയിച്ചു. ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പെരുമാറ്റച്ചട്ടം പരിശീലിപ്പിക്കാൻ എടപ്പാളിലുള്ള IDTRലേക്ക് അയക്കും. 5 ദിവസമായിരിക്കും പരിശീലനം. ശനിയാഴ്ച വൈകിട്ട് 4:30യോടെയാണ് അത്യാസന്ന നിലയിലായ രോഗിയുമായി പോയ ആംബുലൻസിനെ സ്വകാര്യ ബസ്സുകൾ വഴിമുടക്കിയത്. മനഃപൂർവ്വം ആംബുലൻസിന് വിലങ്ങുതടിയായി മാർഗതടസ്സമുണ്ടാക്കിയെന്ന ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിലാണ് അന്തിക്കാട് പോലീസ് കേസെടുത്തത്. തനിക്കും ടി.എൻ. പ്രതാപനും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ സ്വകാര്യ വാർത്താ ചാനൽ വ്യാജ വാർത്ത ചമച്ചു എന്നാരോപിച്ച് മുൻ എം.എൽ.എ. അനിൽ അക്കര. വ്യാജ വാർത്ത നൽകിയതിനെതിരെ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയെന്നും അനിൽ അക്കര അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കോൺഗ്രസിന്റെ ദയനീയ തോൽവിക്ക് പിന്നിൽ ടി.എൻ. പ്രതാപനും അനിൽ അക്കരയും അടങ്ങുന്ന സംഘമാണെന്ന് KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയെന്നും അന്നത്തെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF കൺവീനർ MP വിൻസെന്റ്, ടി.എൻ. പ്രതാപൻ, അനിൽ അക്കര എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു എന്നുമായിരുന്നു വാർത്ത. എന്നാൽ ഇത്തരമൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന KC ജോസഫുമായി താൻ നേരിട്ട് സംസാരിച്ചെന്നും അനിൽ അക്കര വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. സ്വകാര്യ വാർത്താ ചാനൽ തനിക്കും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ വ്യാജ വാർത്ത ചമക്കുകയാണെന്നും അനിൽ അക്കര ആരോപിച്ചു. ഈ വാർത്ത തെറ്റാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും അനിൽ അക്കര തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് രാവിലെ മുതൽ 24 ന്യൂസ് ചാനൽ എനിക്കെതിരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെയും വ്യാജ രേഖയും വ്യാജ വാർത്തയും ഉണ്ടാക്കി KPCCയെയും എന്നെ വ്യക്തിപരമായും സമൂഹത്തിൽ അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള വ്യാജമായ വാർത്ത രാവിലെ മുതൽ സംപ്രേഷണം ചെയ്യുകയാണ്. ശ്രീകണ്ഠൻ നായരും അതുപോലെ തന്നെ അശ്വിൻ പാലാഴിയും ദിലീപ് കുമാറും ഈ 3 പേരും ചേർന്നുകൊണ്ടാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ആ വാർത്തയിൽ പറയുന്നത് തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ടി.എൻ. പ്രതാപൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിൽ അക്കര എന്നീ 4 പേർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് പറയുന്നത്. അതിനകത്ത് കരുവന്നൂർ ബാങ്ക് ഇടപാടും തുടങ്ങിയ വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ആ വാർത്ത എല്ലാവരും കണ്ടാൽ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ഈ വാർത്ത കണ്ട ഉടനെ തന്നെ ഈ അന്വേഷണ കമ്മീഷൻ അംഗമായ KC ജോസഫ് എന്നെ നേരിട്ട് വിളിക്കുകയും ഈ വാർത്ത പൂർണ്ണമായി വ്യാജമാണെന്നും ഈ വാർത്ത 24 ചാനൽ ഉണ്ടാക്കിയ വ്യാജ വാർത്തയാണെന്നും വ്യാജരേഖ ചമച്ച് ക്രിമിനൽ ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ വാർത്തയാണെന്നും അന്വേഷണ കമ്മീഷൻ്റെ ഏറ്റവും തലമുതിർന്ന അംഗം കൂടിയായ KC ജോസഫ് എന്നെ ഫോണിൽ വിളിച്ച് പറയുകയും എനിക്ക് വാട്സപ്പിൽ ഇത് ഫേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് പൂർണ്ണമായും വ്യാജമാണ്. ശ്രീകണ്ഠൻ നായരും അശ്വിൻ പാലാഴിയും ദിലീപ് കുമാറും ചേർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെയും എന്നെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ വാർത്തയാണ്. നാട്ടുകാരെ വട്ടം കറക്കിയ മണിക്കുട്ടി ഒടുവിൽ കൂട്ടിലായി.
മാന്നാമംഗലത്തെ നാട്ടുകാരെ കഴിഞ്ഞ ഒരാഴ്ചയായി ഭീതിയിലാക്കിയ മണിക്കുട്ടി എന്ന് വിളിക്കുന്ന മലയണ്ണാനാണ് വനം വകുപ്പിന്റെ കൂട്ടിലായത്. കൂട്ടിലായ മണിക്കുട്ടിക്ക് ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സുഖജീവിതം. തൊട്ടടുത്ത വനംവകുപ്പ് ഓഫീസിൽ ഉദ്യോഗസ്ഥരെടുത്ത് വളർത്തിയ മണിക്കുട്ടി എന്ന് വിളിക്കുന്ന മലയണ്ണാൻ 2 ആഴ്ച മുൻപാണ് പുറത്തു ചാടിയത്. സമീപ പ്രദേശങ്ങളിലെല്ലാം കറങ്ങി നടന്ന മലയണ്ണാൻ പ്രദേശത്തുള്ളവരെയെല്ലാം ആക്രമിക്കുകയും കടിക്കുകയും ചെയ്യുന്നത് പതിവായി വലിയ ഭീതി ഉണ്ടാക്കിയിരുന്നു. പിടികൂടാനെത്തിയ വനംവകുപ്പ് വാച്ചർക്കും കടിയേറ്റിരുന്നു. പിന്നാലെയാണ് വനംവകുപ്പ് ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. പതിയിരുന്ന നാട്ടുകാർക്ക് സർപ്രൈസ് കടി സമ്മാനിക്കലാണ് മണിക്കുട്ടിയുടെ നാട്ടിലിറങ്ങിയപ്പോഴുള്ള ഹോബി. മാന്നാമംഗലത്തെ കൃഷിക്കാരനായ മത്തായിക്ക് 2 തവണയാണ് കടിയേറ്റത്. തുടർന്നാണ് വനംവകുപ്പ് മണിക്കുട്ടിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചത്. നാട്ടുകാർ തക്കാളിയും പഴങ്ങളും കാണിച്ച് വിളിച്ചതോടെ ഹാപ്പിയായി ഇറങ്ങി വന്ന മണിക്കുട്ടി കൂട്ടിൽ വീഴുകയും ചെയ്തു. ഇതോടെ മാന്നാമംഗലത്തെ നാട്ടുകാർക്കും ആശ്വാസമായി. 2 ആഴ്ചയായി കളഞ്ഞുപോയ ഉറക്കമാണ് നാട്ടുകാർക്ക് തിരിച്ചു കിട്ടിയത്. കൂട്ടിലായ മണിക്കുട്ടിക്ക് ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ വനംവകുപ്പ് സുഖജീവിതം ഒരുക്കിയിട്ടുണ്ട്. കിഴപ്പുള്ളിക്കരയിലെ മാവേലി സ്റ്റോർ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VK സുശീലൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെ ഇവിടെ വന്ന് ഇവിടുത്തെ ജീവനക്കാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് വാടക പ്രശ്നത്തിൽ ഇതിൻ്റെ ഓണർ പൂട്ടിൻ്റെ മേൽ മറ്റൊരു പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ്. മാവേലി സ്റ്റോർ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമുക്കറിയാം, പൊതു മാർക്കറ്റിലെ വില നിലവാരം പിടിച്ചു നിർത്താനാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാവേലി സ്റ്റോറിലെ വിലയും പൊതു മാർക്കറ്റിലെ വിലയും തട്ടിച്ചു നോക്കുകയാണെങ്കിൽ പൊതു മാർക്കറ്റിലെ വിലയാണ് കുറവ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് കൃത്യമായി മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആവശ്യത്തിലധികം സാധനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം, ഈ ഓണം കേരളീയർക്ക് ഏറ്റവും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ഈ ഓണത്തിന് പോലും മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആൻഡ്രൂ തുറയൻ, മിനി ജോസ്, ജോഷി കൊല്ലാറ, വിജയലക്ഷ്മി, ജോസഫ് തേക്കാനത്ത് എന്നിവർ സംസാരിച്ചു. MK ശ്രീധരൻ, ആഷിഖ് ജോസ്, ഷൌക്കത്ത് അലി, അഷ്റഫ് താന്യം, ശരവണൻ എന്നിവർ നേതൃത്വം നൽകി. കല്ലൂരിൽ നിയന്ത്രണം വിട്ട വാൻ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് സാരമായി പരിക്കേറ്റു. കല്ലൂർ സ്വദേശി തേറാട്ടിൽ വീട്ടിൽ 57 വയസ്സുള്ള ജോൺസണാണ് പരിക്ക്. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ ഇന്ന് രാവിലെ 7-നായിരുന്നു അപകടം. ബന്ധുവീടിന് മുന്നിലെത്തിയ ജോൺസൺ റോഡരികിൽ ബൈക്ക് നിർത്തി ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന വാൻ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കും ജോൺസണും കാനയിലേക്ക് തെറിച്ചു വീണു. തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ ജോൺസണെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കോലഴി കൊടുമുള്ളിക്കാവ് വേട്ടക്കരൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. പുലിയന്നൂർ കൃഷ്ണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വേട്ടക്കരപ്പാട്ടിന് കല്ലാറ്റ് സതീശൻ കുറുപ്പും കാട്ടകാമ്പാൽ മണികണ്ഠക്കുറുപ്പും നേതൃത്വം നൽകി. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകളും പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പത്രികാ പ്രകാശനം ചൊവ്വാഴ്ച നടക്കും. തൃത്താമരശ്ശേരി ശിവക്ഷേത്രം മേൽശാന്തി വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ, തിരുവുള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി A കുമാരന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,705 രൂപ, പവന് 61,640 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി.
ഫോൺ 9539080053. കോടന്നൂർ ശാസ്താംകടവ് മഠത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി കൈനിക്കര വടക്കേടത്ത് ജയൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാഞ്ഞാണിയിൽ ആംബുലൻസിന്റെ വഴി തടഞ്ഞ 3 സ്വകാര്യ ബസ്സുകൾ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനഃപൂർവ്വം ആംബുലൻസിന് വിലങ്ങ് തടിയായി മാർഗതടസ്സം ഉണ്ടാക്കിയെന്ന ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയെ തുടർന്നാണ് നടപടി. തനിക്കും TN പ്രതാപനും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ സ്വകാര്യ വാർത്താ ചാനൽ വ്യാജ വാർത്ത ചമച്ചു എന്നാരോപിച്ച് മുൻ MLA അനിൽ അക്കര. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.